ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ക്യൂട്ടായിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനാണ് പോണത്. ഞാൻ എല്ലാ കിറ്റിലും അധികം ഫ്രീ ആയിട്ട് ഓരോ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്താൽ ഇതേപോലെ മേക്കിംഗ് വീഡിയോസും ഇത് ഉണ്ടാക്കാനുള്ള കിറ്റിൻ്റെ വീഡിയോസും അതേപോലെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ക്ലോത്ത് എത്ര അളവൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ ഉള്ള ആ ക്ലോത്ത് എത്രയാണെങ്കിലും അതിനനുസരിച്ചുള്ള വലിപ്പം ഉണ്ടാവും കേട്ടോ. ചെറുതാണെങ്കിൽ ചെറിയൊരു ബോ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഷേപ്പ് ആക്കിയിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഈ സൈഡിൽ നിന്നൊന്ന് സെൻറ്ററിക്കും പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്നും ഒന്ന് സെൻറ്ററിക്കും ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. നമുക്കിതിന് ഒരു റിസ്ക്കും ഇല്ല. അതൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. പിന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു ഗമ്മ് നമ്മളെ കയ്യിലുണ്ടായാൽ മതി കേട്ടോ. B7000 ആയാലും പ്രശ്നമല്ല. പക്ഷേ ഈ ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണാണ് ഒന്നും കൂടി ഒന്ന് നല്ലതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ നൂലും സൂചി എടുക്കണം. ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ നൂലിങ്ങനെ വേറിട്ട് കാണിക്കും. അല്ല, അതിന് മുകളിൽ നമ്മൾ ലേസ് വെക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു നെറിവ് പോലെ ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 150ൻ്റെ കിറ്റിലും 190ൻ്റെ കിറ്റിലൊക്കെ ക്ലോത്ത് വേണം പറഞ്ഞവർക്കും പറയാത്തവർക്കും ഒക്കെ ഞാൻ ഇങ്ങനെ ഓരോ ക്ലോത്ത്സ് നമ്മളെ റണ്ണിങ് ക്ലോത്ത് ഓരോ കട്ട് ഈ നെറ്റ് ക്ലോത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് കേട്ടോ ഇത്. നമുക്കിത് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചാൽ ഞങ്ങൾക്ക് 30 രൂപക്ക് 40 രൂപക്കൊക്കെ ഇത് സെയിൽ ചെയ്യാൻ പറ്റും. 10 രൂപേൻ്റെ ഒരു ഹെയർ ബാൻഡ്, 8 രൂപ 10 രൂപയൊക്കെ വരുന്ന സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് മാത്രം ഇതിന് മതി കേട്ടോ. അപ്പോൾ ഞാൻ നൂലും സൂചിയും ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഞാൻ പല കളറും ക്ലോത്താണ് വെച്ചിട്ടുള്ളത്. ഒരേ സെയിം കളറൊന്നും അല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഇതും ഞാൻ ഈ ഒരു ക്ലോത്തും ചിലവർക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് താഴെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളിതിന് നൂല് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ബാക്കിയുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ലേസ് കണ്ടോ, സ്റ്റോൺ വരുന്നൊരു ലേസ്, ഇതിന് ചെറിയ റേറ്റ് ഉള്ളൂ. ചെറിയ പീസിനൊക്കെ ചെറിയ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് നമ്മൾ സെൻറ്ററിലൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ ഈ ഹെയർ ബോക്ക് ഒരു നല്ല ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഗ്ലൂ ഗണ്ണൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളിൽ അപ്ലൈ ചെയ്യണം. ചുറ്റും അപ്ലൈ ചെയ്താലും ഒന്നും കൂടി നല്ലോണം ഒട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഗണ്ണ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൂ ഗണ്ണിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ നമ്മൾ ചാനലിൽ തന്നെ ഉണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇതിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട്, അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതിൽ ഓരോ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസും കിറ്റുകളുടെ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോ നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്ത് ബാക്കിയുള്ള ലേസ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഹെയർ ബാൻഡുമേ ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സാറ്റിൻ കവേർഡ്, ബ്ലാക്ക് സാറ്റിൻ കവേർഡ് ആകുമ്പോൾ എല്ലാ കളർ ക്ലോത്തും നമുക്കിതിലേക്ക് മാച്ച് ആവും. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബോ ഇതിന്മേൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒന്നും കൂടി ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒന്നും ഒട്ടിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ വേണമെങ്കിൽ ഒന്ന് ഫിനിഷിങ് ആവാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൻ്റെ ഒരു പീസ് റൗണ്ടിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ നല്ല അടിപൊളി ഹെയർ ബാൻഡ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെയുള്ള അടിപൊളി ഹെയർ ബാൻഡിൻ്റെയും ബ്രേസ്ലെറ്റിൻ്റെയും ഒക്കെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.